കഷ്ടമുണ്ട് സഹോദര. മരിക്കുമ്പോ ഇതെല്ലാം അവിടെ കെട്ടിക്കൊണ്ട് നമ്മൾ മേളോട്ട് പോകത്തില്ല. ഈ രണ്ട് കൊച്ചു പിള്ളേരെ ഈ കാട്ടിക്കൂടെ നടത്താൻ നിങ്ങളൊരു അമ്മയല്ലേ ചേച്ചി? ഡെപ്യൂട്ടി കളക്ടറെ നിങ്ങൾ തടഞ്ഞു എന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വാശി പിടിക്കുന്നത്? മരിച്ചു പോകുമ്പോ ഇതെല്ലാം കൊണ്ട് പോവോ? നിങ്ങൾ രണ്ട് അഡ്വക്കേറ്റുമാരല്ലേ ഈ വീട്ടിൽ താമസിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് മറ്റുള്ള സാധാരണക്കാർക്ക് നിങ്ങൾ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുന്നത്? ഇവർക്ക് വർഷങ്ങളായിട്ട് ഇതിലെ വഴിയുണ്ടായിരുന്നാണ്. നിസ്സഹായരായിട്ട് നിൽക്കുക. ഇറാഖിലെ ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വരേണ്ട ഒരു അവസ്ഥ നിൽക്കുക. അവർക്ക് സ്വാധീനമുണ്ട്. ചില മനുഷ്യർ എത്ര ക്രൂരന്മാരാണല്ലേ. എറണാകുളം ജില്ലയിലെ ചേരനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആന്റണി എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലേക്കുള്ള വഴി അടച്ചിരിക്കാണ് സമീപവാസിയായിട്ടുള്ള ഒരു വ്യക്തി. ആ ഒരു വ്യക്തിയുടെ പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു 3 കുഞ്ഞുങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും ആ ഒരു വഴിയിൽ കൂടി നടക്കാനുള്ള അനുമതി കൊടുക്കുന്നില്ല. അങ്ങനെ കളക്ടർ വന്നു. കളക്ടറിന് ഓർഡർ ഇല്ലാണ്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കാണ് ഉണ്ടായത്. എന്ത് മനുഷ്യരാണ് ഇവരൊക്കെ. ഇതിന്റെ ഓണേഴ്സ് ഗവൺമെന്റ് ആണ്, അത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ നമുക്കൊരു പ്രോപ്പർട്ടി പ്രവേശിക്കുന്നതിന് ആരുടെ അനുമതി? അല്ല, ഞങ്ങളുടെ ഒപ്പീനിയൻസ് പറഞ്ഞു. ഞങ്ങൾ കോർട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ. അല്ല, നിങ്ങൾ എന്തിനു ഇവിടെ വന്നേക്കുന്നത്? ഞാൻ വന്ന കാര്യം കണ്ടില്ല. ഡെപ്യൂട്ടി കളക്ടർ ഒന്ന് പറഞ്ഞിട്ട് വന്നല്ലേ? ഡെപ്യൂട്ടി കളക്ടറെ നിങ്ങൾ തടഞ്ഞു എന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. എന്റെ ഇതുണ്ടല്ലോ. എന്താണ് പ്രശ്നം? ഒന്നും ഇതണ്ട. താങ്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? അല്ല, ഇപ്പൊ ചോദിച്ചാൽ പറഞ്ഞല്ലോ എന്താണ് പ്രശ്നം. നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ പ്രോപ്പർട്ടിയിലോട്ട് കയറാൻ? നിങ്ങളുടെ പ്രോപ്പർട്ടി എവിടെ കയറി? എപ്പോ കയറി? കയറാൻ നോക്കുന്നോ? എവിടെ കയറി? ഞാൻ നിങ്ങളുടെ പ്രോപ്പർട്ടി കയറിയോ? ഇതിന്റെ ഫോട്ടോ എടുക്കണം. പ്രോപ്പർട്ടി ഞാൻ കയറിയോ? നിങ്ങൾ എന്തിനാ ഫോട്ടോ എടുക്കുന്നത്? നിങ്ങൾ എന്തിനാ ഫോട്ടോ എടുക്കുന്നത്? ഞങ്ങളുടെ പ്രോപ്പർട്ടിയോട് കയറുമെന്ന് പറഞ്ഞു. നിങ്ങളുടെ പ്രോപ്പർട്ടി ഞാൻ കയറിയോ? കയറുമെന്ന് പറഞ്ഞല്ലോ. ആര് കയറി? കയറുമെന്ന് പറഞ്ഞല്ലോ. എപ്പോ പറഞ്ഞല്ലോ? എപ്പം ഞാൻ കാണുമെന്ന് പറഞ്ഞു? അതൊന്ന് പ്ലേ ചെയ്യിപ്പിക്കാം പ്ലീസ്. എനിക്ക് അറിയാത്ത ഞാൻ അകത്തോട്ട് കയറുമെന്ന് താങ്കൾ പറഞ്ഞോട്ടെ. താങ്കൾക്ക് എത്ര വയസ്സാണ്? എന്റെ വയസ്സും ഇതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞോളാം. ഈ രണ്ട് പിള്ളേരെ ഇതുവഴി നടത്താൻ അനുവദിക്കാത്ത നിങ്ങൾ ഇന്ന് മനുഷ്യന്മാരാണോ? ഇവിടെ മനുഷ്യന്മാരാണോ? രണ്ട് പിള്ളേര് ഈ തോട്ടിക്കൂടെ ഈ സൈഡിൽ പോകുമ്പം നിങ്ങൾക്ക് നാണമില്ലേ? ഒന്ന് നടന്നു പോകാൻ. അവളുടെ വീട്ടില് അസുഖബാധയായിട്ട് അവളുടെ മാതാപിതാക്കൾ ഈ മരിക്കുമ്പോഴത്തേക്ക് എല്ലാ ആൾക്കാരും ഇതൊക്കെ കൊണ്ടുപോകുന്നുണ്ടോ? അറ്റ്ലീസ്റ്റ് ആ ഒരു കുഞ്ഞുങ്ങൾക്ക് നടക്കാനുള്ള ഒരു നടപ്പാത പോലും കൊടുക്കാത്ത ഇതുപോലുള്ള മനുഷ്യരെ എന്ത് പേരിട്ടാണ് വിളിക്കാൻ? പ്രായമായിട്ടുള്ള മനുഷ്യർ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രായമായിട്ടുണ്ടെന്നെങ്കിലും പറയാം. പക്ഷെ ഇത് അങ്ങനെയല്ല. ഒരു ചെറുപ്പക്കാരനാണ് കൂടെ നിന്ന് പറയുന്നത്. എത്ര അഹങ്കാരത്തോടെയാണ് ആ ഒരു സംസാരിക്കുന്നത്. ഇങ്ങനെയൊക്കെ മനുഷ്യരാകാമോ? ഇതേപോലെ ഉണ്ട് ഓരോ മുക്കിലും മൂലിലും പൂരമായിട്ടുള്ള ഒരുപാട് മനുഷ്യർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവരുടെയൊക്കെ വിചാരം പോകുമ്പോഴത്തേക്ക് നമ്മൾ കെട്ടും പാണ്ടൊക്കെ എടുത്തിട്ട് കൊണ്ടുപോകും എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഗവൺമെന്റ് ഇടപെട്ട ആ ഒരു കുഞ്ഞുങ്ങൾക്കും ആ ഒരു വീട്ടുകാർക്കും നടപ്പാത ഒരുക്കി കൊടുക്കാൻ, ആ ഒരു വഴി അവർക്ക് തുറന്നു കൊടുക്കാൻ സഹായിക്കട്ടെ എന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാം. ആ ഒരു കുഞ്ഞുങ്ങളും വീട്ടുകാരും ആ ഒരു തോട്ടിലൂടെയും കാട്ടിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അവർക്ക് ആ നടപ്പാത ഇച്ചിരി കൊടുക്കാൻ ഇവർക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ടെന്ന് മനസ്സിലാവുന്നില്ല. കഷ്ടം.